സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 1-ാം തിരുവചനം. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പിൻ, അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. കർത്താവിൽ പ്രിയരെ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ നാം രഹസ്യമായി അനുഷ്ഠിക്കേണ്ട 3 പ്രധാന കാര്യങ്ങൾ ദൈവം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് നമുക്ക് പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. ഒന്നാമതായി, നാം രഹസ്യമായി അഥവാ പ്രഹസനത്തിനല്ലാതെ കൊട്ടിഘോഷിക്കാതെ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ദാനധർമ്മമാണ്. വിശുദ്ധ മത്തായി സുവിശേഷം 6-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീഥികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുമ്പിൽ കാഹളം ഊതിക്കരുത്. അനേകർ തങ്ങൾ ചെയ്യുന്ന ദാനധർമ്മം ഷെയർ ചെയ്ത്, അഥവാ അനേകർ തങ്ങൾ ചെയ്യുന്ന സൽപ്രവർത്തികൾ, പ്രത്യേകിച്ച് സാധുക്കൾക്ക് ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കുകയോ മറ്റെന്തെങ്കിലും ഉപകാരപ്രദമായ നന്മ ചെയ്യുകയോ ചെയ്യുമ്പോൾ അത് സമൂഹ മാധ്യമത്തിൽ പ്രസിദ്ധപ്പെടുത്താറുണ്ട്. അതിനെതിരായി ഇവിടെ ദൈവം സംസാരിക്കുകയാണ്. ദാനധർമ്മം രഹസ്യമായിരിക്കട്ടെ. രണ്ടാമതായി, യേശു രഹസ്യമായി ചെയ്യാൻ പറഞ്ഞ മറ്റൊരു കാര്യമാണ് പ്രാർത്ഥനയിലെ രഹസ്യ ഭാവം സൂക്ഷിക്കുക എന്നുള്ളത്. വ്യക്തിപരമായ പ്രാർത്ഥനയെക്കുറിച്ചുള്ള നിർദ്ദേശമാണിത്. മറ്റു വിവിധ ഇടങ്ങളിൽ, ദൈവാലയങ്ങളിൽ, മറ്റു പല ശുശ്രൂഷകളിൽ പരസ്യ പ്രാർത്ഥന അത്യാവശ്യമായി വരും. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിലെ, വ്യക്തിപരമായ ജീവിതത്തിലെ പ്രാർത്ഥന, ഈ രഹസ്യ പ്രാർത്ഥന യേശു പറഞ്ഞത് മത്തായി സുവിശേഷം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ: നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിൽ അടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക എന്നാണ്. പ്രാർത്ഥനയിൽ, പ്രത്യേകിച്ച് വ്യക്തിപരമായ പ്രാർത്ഥനയിൽ, ഒരു വ്യക്തിയും ദൈവവുമായിട്ടുള്ള അഭിമുഖ സംഭാഷണം, ഇത് കർത്താവ് ആഗ്രഹിക്കുന്നു. രഹസ്യമായി ചെയ്യാനുള്ള മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിലെ 3-ാമത്തെ കാര്യം ഉപവാസമാണ്. നോമ്പ് അനുഷ്ഠിക്കലാണ്. ഈ നോമ്പുകാലം ഈ വചനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-16 ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല,
രഹസ്യത്തിലുള്ളതിൻ്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. നമ്മുടെ നോമ്പ് അനുഷ്ഠാനങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് ഈ വചനത്തിൽ പറയുകയാണ്. ഒരു നേരത്തെ ആഹാരം വർജനം അഥവാ മറ്റു സൗകര്യങ്ങളുടെ വർജനം, ഇതൊക്കെ കൊട്ടിഘോഷിക്കുന്നവരുണ്ട്. യഥാർത്ഥമായ നോമ്പനുഷ്ഠാനത്തെക്കുറിച്ച് ലോകരക്ഷകൻ ഇവിടെ പ്രസ്താവിക്കുന്നത് അവിടെ രഹസ്യ ഭാവം ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. രഹസ്യത്തിൽ നാം ചെയ്യുന്ന ആത്മീയ പുണ്യങ്ങൾക്ക് ദൈവം പരസ്യമായി പ്രതിഫലം നൽകും. ആമേൻ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആധികൾ തീർന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആധികൾ തീർന്നിടുവാൻ. ദൈവിക ഭവനമതിൽ പുതുവീടുകൾ ഒരുക്കിയവൻ, ദൈവിക ഭവനമതിൽ പുതുവീടുകൾ ഒരുക്കിയവൻ, വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനിൽ ദൂതരുമാൻ, വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനിൽ ദൂതരുമാൻ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആധികൾ തീർന്നിടുവാൻ.